നമസ്കാരം. ഫയലിംഗ് റേഡിയസ് ആൻഡ് പ്രൊഫൈൽ ടു സ്യൂട്ട് ഗേജ് എന്ന ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് താഴെ പറയുന്നവ ചെയ്യാനാകും. ജോബ് ഡ്രോയിങ് അനുസരിച്ച് ഫയൽ ചെയ്ത് മാർക്ക് ചെയ്യുക. ചെയിൻ ഡ്രില്ലിംഗ് വഴി മെറ്റൽ പാർട്ട് ഓഫ് ചെയ്യുക. ഇന്റേണൽ എക്സ്റ്റേണൽ റേഡിയസുകൾ ഫയൽ ചെയ്യുക. റേഡിയസ് ഗേജ് ഉപയോഗിച്ച് റേഡിയസ് പരിശോധിക്കുക. ഈ നടപടിക്കാവശ്യമായ ടൂളുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റീൽ റൂൾ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, ഫയൽസ് ഓഫ് ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ആൻഡ് സൈസസ്, ഡോട്ട് പഞ്ച് ആൻഡ് സെൻറ്റർ പഞ്ച്, ബാൽപിൻ ഹാമർ, ആൻവിൽ, സർഫേസ് ടേബിൾ, ആംഗിൾ പ്ലേറ്റ്, വെർനിയർ ഹൈറ്റ് ഗേജ്, ഡ്രിൽസ് ഓഫ് വേരിയസ് സൈസസ്, ഡ്രില്ലിംഗ് മെഷീൻ, ചക്ക് കീ, സ്മാൾ ഫ്ലാറ്റ് ചിസിൽ, ഹാക്സോ ബ്ലേഡ് വിത്ത് ഫ്രെയിം, റേഡിയസ് ഗേജ്, വെർനിയർ കാലിപ്പർ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ. ഗേജിന് അനുയോജ്യമാകുന്ന റേഡിയസ്, പ്രൊഫൈൽ എന്നിവയുടെ ഫയലിങ്ങിനുള്ള നടപടിക്രമങ്ങൾ നമുക്കിപ്പോൾ പഠിക്കാം. റോ മെറ്റീരിയൽ സൈസ് ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് പരിശോധിക്കുക. ബാസ്റ്റാർഡ് ഫയൽ ഉപയോഗിച്ച് എല്ലാ ഫേസുകളും ഫയൽ ചെയ്യുക. ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് പാരലലിസം, പെർപെൻഡിക്കുലാരിറ്റി എന്നിവ ഉറപ്പാക്കുക. ഫേസ് എയിൽ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് 60 mm × 40 mm സൈസ് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത ലൈനുകൾ ഡോട്ട് പഞ്ച്, ബാൽപിൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് ഒരു ആൻവിലിൽ വിറ്റ്നസ് മാർക്ക് ചെയ്യുക. വിവിധ ഗ്രേഡ് ഫയൽസ് ഉപയോഗിച്ച് അനുബന്ധമായ സൈസുകളിലേക്ക് ഫയൽ ചെയ്ത് ഫിനിഷ് ചെയ്യുക. ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് പാരലലിസം, പെർപെൻഡിക്കുലാരിറ്റി എന്നിവ ഉറപ്പാക്കുക. വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് അളവുകൾ പരിശോധിക്കുക. ഫേസ് എയിൽ വീണ്ടും മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. സർഫേസ് ടേബിളും ആംഗിൾ പ്ലേറ്റും വൃത്തിയാക്കുക. വെർനിയർ ഹൈറ്റ് ഗേജിൻ്റെ എല്ലാ ചലിക്കുന്ന ഘടകങ്ങളും പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പാക്കുക. ഒരു സർഫേസ് ടേബിളിൽ ആംഗിൾ പ്ലേറ്റിൻ്റെ സഹായത്താൽ ജോബ് സപ്പോർട്ട് ചെയ്യുക. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഫേസ് ബിയിൽ നിന്നും 5 mm, 10 mm, 12 mm, 30 mm, 35 mm എന്നിവിടങ്ങളിൽ പാരലൽ ലൈനുകൾ മാർക്ക് ചെയ്യുക. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഫേസ് സിയിൽ നിന്നും 5 mm, 10 mm, 12 mm, 48 mm, 50 mm, 55 mm എന്നിവിടങ്ങളിൽ പാരലൽ ലൈനുകൾ മാർക്ക് ചെയ്യുക. ആർക്ക് സെൻറ്ററുകൾ ഡോട്ട് പഞ്ച്, ബാൽപിൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് ഒരു ആൻവിലിൽ വിറ്റ്നസ് മാർക്ക് ചെയ്യുക. ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് ഡിവൈഡറിനെ 5 mm സെറ്റ് ചെയ്യുക. ഡിവൈഡർ ഉപയോഗിച്ച് ഡ്രോയിങ് അനുസരിച്ച് നൽകിയിരിക്കുന്ന സ്ഥലങ്ങളിൽ 5 mm റേഡിയസ് ആർക്ക് വരയ്ക്കുക. മുഴുവൻ പ്രൊഫൈലും ഡോട്ട് പഞ്ച്, ബാൽപിൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് ഒരു ആൻവിലിൽ വിറ്റ്നസ് മാർക്ക് ചെയ്യുക. വർക്ക് പീസ് ഡ്രില്ലിംഗ് മെഷീൻ വൈസിൽ ഘടിപ്പിക്കുക. ചക്കിൽ ചക്കി ഉപയോഗിച്ച് 4 mm ഡയാമീറ്റർ ഡ്രിൽ ബിറ്റ് ഘടിപ്പിക്കുക.
വിറ്റ്നസ് മാർക്ക് ചെയ്ത ഹോൾ സെൻറ്റേഴ്സ്, ഡ്രിൽ എന്നിവ തമ്മിലുള്ള അലൈൻമെൻറ്റ് ഉറപ്പാക്കുക. വർക്ക് പീസിന് മുകളിലൂടെ കൂളൻറ്റിൻ്റെ ഒഴുക്ക് ഉറപ്പാക്കുക. 2 mm റേഡിയസിൻ്റെ ഇൻറ്റേർണൽ ആർച്ച് രൂപപ്പെടുത്തുന്നതിന് 4 mm വ്യാസമുള്ള 2 ഹോൾസ് ഡ്രിൽ ചെയ്യുക. നമുക്കിപ്പോൾ ചെയിൻ ഡ്രില്ലിങ്ങിലൂടെയുള്ള പാർട്ടിംഗ് ഓഫ് ഓപ്പറേഷൻ ചെയ്യാൻ പഠിക്കാം. ചില സവിശേഷമായ ജോബുകളുടെ ആകൃതി ഹാക്സോയിങ്ങിന് അപ്രാപ്യമായ സ്ഥലങ്ങളിൽ ലോഹങ്ങൾ കൈകൊണ്ട് മുറിക്കേണ്ടതാണ്. ഇത്തരം കേസുകളിൽ സർവ്വസാധാരണമായി സ്വീകരിക്കുന്ന രീതി ചെയിൻ ഡ്രില്ലും ബാക്കി ഭാഗങ്ങളിൽ ഹാക്സോയിങ്ങും ആണ്. ചെയിൻ ഡ്രില്ലിങ്ങിനും മറ്റു ഭാഗങ്ങളുടെ ഹാക്സോയിങ്ങിനും ശേഷം ലോഹം പാർട്ട് ഓഫ് ചെയ്യുവാൻ ഹാമറും ഒപ്പം ഒരു ചിസിലും ഉപയോഗിക്കുന്നു. ഇതിനായി ഒരു വെബ് ചിസിൽ അല്ലെങ്കിൽ സ്മാൾ ഫ്ലാറ്റ് ചിസിൽ ഉപയോഗിക്കുന്നു. ഫ്ലാറ്റ് ചിസിൽസ് വലിയ പ്രതലങ്ങളിൽ നിന്ന് ലോഹം നീക്കം ചെയ്യുന്നതിനും വെൽഡഡ് ജോയിൻസ്, കാസ്റ്റിംഗ് എന്നിവയിലെ അധിക ലോഹം ചിപ്പ് ഓഫ് ചെയ്യുന്നതിനും ഈ ചിസിൽസ് ഉപയോഗിക്കുന്നു. വെബ് ചിസിൽസ് അല്ലെങ്കിൽ പഞ്ചിങ് ചിസിൽസ്. ഈ ചിസിലുകൾ ചെയിൻ ഡ്രില്ലിങ്ങിന് ശേഷം മെറ്റീരിയൽ പാർട്ടിംഗ് ഓഫ് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്നു. വർക്ക് പീസ് കട്ടിയുള്ളതാണെങ്കിൽ ഇരുവശത്തു നിന്നും ചിസിൽസ് ഉപയോഗിച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട്. ചക്ക് കീ ഉപയോഗിച്ച് 3.5 mm ഡ്രിൽ ബിറ്റ് ഘടിപ്പിക്കുക. അധിക മെറ്റീരിയലിൻ്റെ പാർട്ടിംഗ് ഓഫിനായി ഹോൾസ് ചെയിൻ ഡ്രിൽ ചെയ്യുക. ഡ്രില്ലിംഗ് മെഷീൻ വൈസിൽ നിന്ന് വർക്ക് പീസ് നീക്കം ചെയ്യുക. ഒരു ബെഞ്ച് വൈസിൽ വർക്ക് പീസ് ഉറപ്പിക്കുക. വർക്ക് പീസിൻ്റെ ഇന്നർ എഡ്ജിലൂടെ ഹാക്സോ ചെയ്യുക. വർക്ക് പീസ് ഒരു ആൻവിലിൽ വയ്ക്കുക. ഒരു വെബ് ചിസിൽ അല്ലെങ്കിൽ ഒരു സ്മാൾ ഫ്ലാറ്റ് ചിസിൽ ഉപയോഗിച്ച് അധിക മെറ്റീരിയൽസ് ചിപ്പ് ഓഫ് ചെയ്യുക. ആവശ്യമായ ഇൻറ്റേർണൽ പ്രൊഫൈൽ ലഭിക്കുന്നതിന് ഇൻറ്റേർണൽ സ്ലോട്ട് ഫയൽ ചെയ്യുക. വിറ്റ്നസ് മാർക്ക് ചെയ്ത പ്രൊഫൈലിൽ ഔട്ടർ എഡ്ജിൽ ഹാക്സോ ചെയ്യുക. വർക്ക് പീസിൻ്റെ ആവശ്യമായ പ്രൊഫൈൽ ലഭിക്കുന്നതിന് സോ ചെയ്ത ഭാഗവും എക്സ്റ്റേണൽ റേഡിയസും ഫയൽ ചെയ്ത് ഫിനിഷ് ചെയ്യുക. നമുക്കിപ്പോൾ എക്സ്റ്റേണൽ റേഡിയസ് ഫയൽ ചെയ്യാൻ പഠിക്കാം. ഈ തരത്തിലുള്ള ഫയലിങ്ങിൽ ഫയൽ തികച്ചും തിരശ്ചീനമായ വീതിയിൽ പിടിക്കുകയും അതേസമയം ഒരു റോക്കിംഗ് മോഷൻ നീളത്തിൽ നൽകുകയും വേണം. എക്സ്റ്റേണൽ സർഫേസിൻ്റെ റേഡിയസ് ഫയലിംഗ് 3 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. കോണുകളുടെ റൗണ്ട് ഫയലിംഗ്, കോണുകളുടെ റൗണ്ടിംഗ്, റേഡിയസിൻ്റെ ഫൈനൽ ഫിനിഷിംഗ്. കോണുകളുടെ റഫ് ഫയലിംഗ്. കോണുകൾ ഫയൽ ചെയ്യുകയും ഒരു ബാസ്റ്റാർഡ് ഫയൽ ഉപയോഗിച്ച് ഒരു ലൈനിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നു. കോണുകളുടെ റൗണ്ടിംഗ്. രണ്ടാമത്തെ കട്ട് ഫയൽ പരന്ന പ്രതലങ്ങളെ റൗണ്ട് ചെയ്യുവാനും ഫിനിഷിംഗ് സൈസിലേക്ക് കൊണ്ടുവരുവാനും ഉപയോഗിക്കുന്നു. ഒരു റേഡിയസ് ഗേജ് ഉപയോഗിച്ച് റേഡിയസ് ഇടയ്ക്കിടെ പരിശോധിക്കുക. റേഡിയസിൻ്റെ ഫൈനൽ ഫിനിഷിംഗ്. റേഡിയസ് ഫയലിംഗ് പൂർത്തിയാക്കാൻ ഒരു സ്മൂത്ത് ഫയൽ ഉപയോഗിക്കുന്നു. ആവശ്യമുള്ള റേഡിയസ് രൂപപ്പെടുന്നതുവരെ ഫയലിന്
കേർവ്ഡ് ലൈനിലൂടെ ഒരു സീസോ ചലനം നൽകിയിരിക്കുന്നു. റേഡിയസ് ഗേജ് ഉപയോഗിച്ച് റേഡിയസ് പരിശോധിക്കാൻ നമുക്ക് ഇപ്പോൾ പഠിക്കാം. റേഡിയസ് ഗേജ് വൃത്തിയാക്കുക. വർക്ക് പീസിൽ നിന്ന് ബർസ് നീക്കം ചെയ്യുക. റേഡിയസ് ഗേജ് ഉപയോഗിച്ച് പരിശോധിക്കേണ്ട റേഡിയസിന് ലംബമായി പിടിക്കുക. പരിശോധിക്കുന്നതിനായി റേഡിയസിന്റെ ഫൈൻഡ് ലെങ്തിലൂടെ ഗേജ് നീക്കി റേഡിയസ് പരിശോധിക്കുക. ഏതെങ്കിലും പ്രകാശം കടന്നു പോകുന്നുണ്ടോ എന്നറിയാൻ കോൺടാക്റ്റ് സർഫേസ് നിരീക്ഷിക്കുക. പശ്ചാത്തലത്തിലെ വെളിച്ചത്തിന് അഭിമുഖമായി പരിശോധിക്കുക. കൃത്യമായ റേഡിയസ് ഗേജുമായി കൃത്യമായി യോജിക്കുന്നു. റേഡിയസ് ഗേജുകൾ ഉപയോഗിച്ച ശേഷം സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പ് അവ വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് തുടച്ച് ഓയിലിൻ്റെ ഒരു നേർത്ത പാളി അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് ചെയ്യേണ്ടതും അരുതാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാം. ചെയിൻ ഡ്രില്ലിംഗ് സമയത്ത് ഡ്രില്ലിംഗ് ഹോളിനും വിറ്റ്നസ് മാർക്കിനും ഇടയിൽ 1 mm സ്പേസ് ഉറപ്പാക്കുക. ചിസിൽ കട്ടിംഗ് മൂർച്ചയുള്ള അഗ്രങ്ങൾ സൃഷ്ടിക്കും. വർക്ക് പീസ് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. എക്സ്റ്റേണൽ റേഡിയസ് ഫയലിംഗ് ചെയ്യുമ്പോൾ റേഡിയസ് ഗേജ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ പരിശോധിക്കുക. ഫയൽ സ്ലിപ്പ് ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ റേഡിയസ് ഫയൽ ചെയ്യുമ്പോൾ അമിതമായ മർദ്ദം പ്രയോഗിക്കരുത്. ഏകദേശം 1 mm കട്ടിയുള്ള വെബ് ഒരു ചിസിൽ ഉപയോഗിച്ച് ഡ്രില്ലിങ്ങിനും വേർതിരിക്കാനും സൗകര്യപ്രദമാണ്. എക്സ്റ്റേണൽ റേഡിയസ് R5 റേഡിയസ് ഗേജ് ഉപയോഗിച്ച് പരിശോധിക്കുക. ഇന്റേണൽ റേഡിയസ് R2 റേഡിയസ് ഗേജ് ഉപയോഗിച്ച് പരിശോധിക്കുക. വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് അളവുകൾ പരിശോധിക്കുക. ഒരു സ്മാൾ ഫ്ലാറ്റ് ഫയൽ ഉപയോഗിച്ച് വർക്ക് പീസ് ഡീബർ ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഒരു നേരിയ കോട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് മൂല്യനിർണ്ണയത്തിനായി സൂക്ഷിക്കുക. നമ്മൾ പഠിച്ചത് ഒന്നുകൂടി നോക്കാം. ജോബ് ഡ്രോയിങ് അനുസരിച്ച് ഫയൽ മാർക്ക് ചെയ്യുക. ചെയിൻ ഡ്രില്ലിംഗ് വഴി മെറ്റൽ പാർട്ട് ഓഫ് ചെയ്യുക. ഇന്റേണൽ എക്സ്റ്റേണൽ റേഡിയസുകൾ ഫയൽ ചെയ്യുക. റേഡിയസ് ഗേജ് ഉപയോഗിച്ച് റേഡിയസ് പരിശോധിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഫയലിംഗ് റേഡിയസ് ആൻഡ് പ്രൊഫൈൽ ടു സ്യൂട്ട് ഗേജ് എന്ന ഈ സെഷനിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ആശയങ്ങളും എക്സസൈസുകളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.